ഹലോ, അമ്മ മരിങ്ക് ന്യൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കട്ട്ലേറ്റ്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങളാണ്. മീൻ കട്ട്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ഇത് ചൂരയാണ്, ചൂരമീൻ, ടൂണ. പിന്നെ ഇവിടെ ഞാൻ എടുത്തു വെച്ചേക്കണത് കട്ട്ലേറ്റിന് ആവശ്യമുള്ള ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 വെളുത്തുള്ളി, ഒരു 4 പീസ് ഇഞ്ചി, ഒരു 6-7 പച്ചമുളക്, ഒരു 2 സവാള അരിഞ്ഞതാണ്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്. നമുക്കൊന്ന് ഈ മീനൊന്ന് വേവിക്കാൻ വെക്കാം. ഇത് ഞാൻ കഴുകിയൊക്കെ വെച്ചതാണ്. മീൻ കട്ട്ലേറ്റ് നല്ലതാണ്, നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ, എന്നാലും ഞാൻ ഉണ്ടാക്കണ ഇതല്ലേ, അപ്പം നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. കുറച്ചുപ്പ്. ഞാൻ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാൻ വേണ്ടി പോണേന്ന്. ഇനി അടുപ്പത്തേക്ക് വെക്കാം. ഈ ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നമുക്ക് 2 പീസാക്കാം. ഇത് അത്ര വലുതല്ല. നമുക്ക് ഇത് പുഴുങ്ങാൻ വെക്കാം. നമുക്ക് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. മീൻ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മീൻ ചിലപ്പോൾ അടിക്ക് പിടിച്ചാൽ നമുക്ക് ആളെയൊക്കെ വഴറ്റാൻ വേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് വെച്ചതാണ് ഞാൻ. അത് നമുക്ക് ആദ്യം അത് ചേർക്കാം. അത് നമുക്കൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണോട്ടോ. നല്ല കട്ട്ലേറ്റിൻ്റെ അതായത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരച്ചതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടണം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണം സവാളയാക്കാം. സവാള നല്ല കട്ടി കുറച്ചായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്കത് വഴറ്റിയെടുക്കാമല്ലോ. നമുക്ക് ഒരു ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാളയിലൊക്കെ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റാം. മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾ ഉപ്പ് കുറച്ച് ചേർത്താൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. ഈ സവാളയിലൊക്കെ ഉപ്പും കൂടി പിടിക്കും. അപ്പം നമുക്കൊന്ന് സവാള വഴറ്റാം. സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് എടുത്ത് വെച്ചേക്കണം മുഴുവൻ നമുക്കിടാം. ഈ മുളക് പൊടിയുടെയൊക്കെ നല്ല പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണ വരെ നമുക്ക് നന്നായിട്ട് ഇളക്കാം. മീനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കതൊന്നും ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ ഉടച്ചെടുക്കാം കേട്ടോ. കാരണം കൈവച്ച കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ശരിക്കും എല്ലാത്തിലും ഉപ്പും എല്ലാം ഒക്കെ പിടിക്കുമല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് കൈ വെച്ച് തന്നെ അത് നന്നായിട്ട് സ്പൂൺ വെച്ച്. ഇപ്പം നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചൊക്കെ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് മുള്ളൊക്കെ ഉണ്ടാവും കേട്ടോ, ഓരോ മുള്ളുകളൊക്കെ ഉണ്ടാവും. കണ്ടാൽ നിങ്ങൾക്ക് കാണുന്നില്ലേ വീഡിയോയിൽ മുള്ളുകളൊക്കെ? അപ്പം മുള്ളൊക്കെ ഉണ്ടാവും. അപ്പോൾ മുള്ളൊക്കെ നിങ്ങളൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒന്ന് പതുക്കെ കറക്കിയെടുക്കാം നമുക്ക്. അപ്പം ഞാനിത് ഒന്ന് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് അരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പതുക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സവാളയുടെ കൂട്ടിയിട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറഞ്ഞ രീതിയിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. കൂട്ടി വെക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പോകും. തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പുണ്ടാകുന്ന നോക്കട്ടെ ഉപ്പുണ്ടാകും. ഇത്തിരി ഉപ്പും കൂടി ആവാം. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടും നമ്മൾ ഒന്നും കൂടി നോക്കാനുള്ളത്. എന്നാൽ ഇതിനിപ്പുണ്ടെങ്കിൽ നല്ലതാണല്ലോ. മതിയായിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടാണ്, ഞാൻ ചൂടോടുകൂടി തന്നെ ഇടണതാണ്. തണുത്തതായി നമുക്ക് ഇതൊന്ന് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടിയൊക്കെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലോണം കുഴക്കണ നേരത്ത് മാത്രം ഈ ഗരം മസാല ചേർത്താൽ മതി. അതിന് മുന്നേ ചേർത്താൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടാത്ത പോലെ തോന്നാറുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു 5 പീസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്, 2 മുട്ട വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മുട്ടയും ഒന്ന് മിക്സിയിലിട്ട് പതുക്കെ ഒന്ന് കറക്കിയെടുക്കാം. ഈ ബ്രെഡൊന്നും നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ഈ ബ്രെഡും പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഈ മുട്ടയും ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് എങ്ങനെയാണ് പരത്തിയെടുക്കണമെന്ന് നമുക്ക് നോക്കാം.
എല്ലാവർക്കും അറിയാട്ടോ, എന്നാലും ഞാൻ ഒന്നും കൂടി ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിനകത്ത് ആളുകൾ മല്ലിയില ചേർക്കും. മല്ലിയില ചേർത്താൽ നല്ലതാണ്, വേപ്പില ചേർത്താൽ നല്ലതാണ്. പക്ഷേ ഇത് രണ്ടും ഇവിടെ ചേർക്കാറില്ല. കാരണം കുഞ്ഞൂസ് അതൊക്കെ പെറുക്കി കളയും. അപ്പോൾ അത് കാരണം തിന്നേയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചേർക്കാത്തത് കേട്ടോ. നിങ്ങൾക്ക് മല്ലിയില ചേർക്കണത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാട്ടോ. അപ്പം ഞാൻ ഇതേ ഈ ഷേപ്പിൽ ഇവിടെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇത് ഇതേ പരത്തി ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഞാനിത് ആദ്യം തന്നെ ഈ മുട്ടയിൽ മുക്കിയിട്ട് ചിലർ മുട്ടയിൽ ഉപ്പൊക്കെ ഇടും കേട്ടോ. ഉപ്പിടേണ്ടവർക്ക് ഇടാം. പിന്നെ കൂടണ്ടല്ലാന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത്. ഞാൻ ഈ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് ഞാൻ വെക്കണം. റസ്ക് പൊടിയുള്ളവർക്ക് റസ്ക് പൊടി വെച്ച് ചെയ്യാം. ഞാനിവിടെ എളുപ്പത്തിന് നമുക്ക് ബ്രെഡ് വീട്ടിലുണ്ടാവുമല്ലോ, നമുക്ക് മേടിക്കണം. അപ്പം അത് വെച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പരത്തി വെച്ചേക്കണേന്. അപ്പം നമ്മൾക്ക് ഇത് എങ്ങനെയാണ് നമുക്കിത് പൊരിച്ചെടുക്കണേന്ന് കൂടി നോക്കണ്ടേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിനകത്തേക്ക് ഓയിൽ ഒഴിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇത് ഓരോന്നെ പിറക്കിയിടണം കേട്ടോ. കുറച്ച് സിമ്മിൽ വെക്കാം കേട്ടോ. ഇതൊന്ന് മറിച്ചിടാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമ്മളുടെ വീട്ടിൽ മീൻ മേടിക്കുമ്പോഴും നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാം. എന്ത് മീൻ വെച്ചാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണ ഊറ്റി കളഞ്ഞിട്ട് വേണം നല്ലോണം. എന്നിട്ട് നമുക്ക് അത് പ്ലേറ്റിലേക്ക് ആക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും ഇത്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഗ്യാസ് ഓഫ് ചെയ്ത്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോസും കൂട്ടിയാണ് കഴിക്കേണ്ടത്. എനിക്ക് സോസൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പോയി കാണുന്നവരെ നന്ദി.